നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡെൻസിറ്റി ചാനലിന്റെ വിഷു ആശംസകൾ. പ്രധാന വാർത്തകളിലേക്ക്. ഗൃഹാതുര സ്മരണകളുമായി വിഷുവിനെ വരവേറ്റ മലയാളികൾ. കണിയൊരുക്കിയും പടക്കം പൊട്ടിച്ചുമെല്ലാം മലയാളികൾക്കിത് പുതുവർഷ തുടക്കം. പട്ടാമ്പി തൃത്താലക്കൊപ്പത്ത് കിണറ്റിലിറങ്ങിയ 2 പേർ ശ്വാസം മുട്ടി മരിച്ചു. ഒരാൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ. വിഷു തലേന്നുണ്ടായ ദുരന്തം നാടിനെ ദുഃഖത്തിലാഴ്ത്തി. ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിനെ ഒരുവിധത്തിലും ബാധിക്കില്ലെന്ന് പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി എം വി രാജേഷ് ചെർപ്പളശ്ശേരിയിൽ ശബരിമല മുൻ മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ സന്ദർശിച്ചു. മണ്ണാർക്കാട് കോങ്ങാട് അസംബ്ലി മണ്ഡലങ്ങളിൽ 3ാം ഘട്ട പര്യടനം പൂർത്തിയാക്കി പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ. മോദി ഭരണം തുടരുന്നത് രാജ്യത്തിന് ആപത്തെന്ന് KN ഖാദർ MLA. കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയുടെ ഇടതു കനാലിൽ ഒഴുകിയെത്തുന്ന വെള്ളം വൻതോതിൽ പാഴാകുന്നു. കനാലിലെ ചോർച്ചയ്ക്ക് കാരണം അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്താത്തത്. കനാലിൽ ജലചൂഷണം നടക്കുന്നതായും പരാതി. വിശദമായ വാർത്തകളിലേക്ക്. ഗൃഹാതുര സ്മരണകൾ ഉണർത്തി വിഷുവിനെ വരവേറ്റ് മലയാളികൾ. കാർഷികോത്സവമായ വിഷു മലയാളികൾക്ക് പുതുവർഷാരംഭം കൂടിയാണ്. പടക്കം പൊട്ടിച്ചും കണിയൊരുക്കിയുമെല്ലാം ലോകമെമ്പാടുമുള്ള മലയാളികൾ വിഷു ആഘോഷമാക്കുന്നു. രാശിയിൽ നിന്നും മേടരാശിയിലേക്കുള്ള സൂര്യന്റെ സംക്രമണമാണ് മലയാളികൾ വിഷുവായി ആഘോഷിക്കുന്നത്. ഓരോ വിഷുവും മലയാളികൾക്കെന്നും പുത്തൻ പ്രതീക്ഷകളുടെയും ഐശ്വര്യത്തിന്റെയും ദിനങ്ങളാണ്. പുതുവർഷമായി മലയാളികൾ വിഷുവിനെ കണക്കാക്കുന്നു. ഐശ്വര്യത്തിന്റെ പൊൻകണിയൊരുക്കി വിഷു കൈനീട്ടവും വിഷു സദ്യയുമായി അവർ പുതുവർഷം ധന്യമാക്കുന്നു. കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷം കൂടിയായതിനാൽ വിഷു മലയാളികൾക്ക് ഗൃഹാതുരതയുടെ ഉത്സവം കൂടിയാണ്. പടക്കം പൊട്ടിച്ചും മുതിർന്നവർ കുട്ടികൾക്ക് വിഷു കൈനീട്ടം നൽകിയും പരസ്പരം ആശംസകൾ നേർന്നുമെല്ലാം വിഷു മലയാളികൾ ആഘോഷമാക്കി മാറ്റുന്നു. കാലത്തിനനുസൃതമായ മാറ്റങ്ങൾ മലയാളികളുടെ ആഘോഷങ്ങളിലും കടന്നു വന്നിട്ടുണ്ടെങ്കിലും വിഷുദിനത്തിൽ വീട്ടുകാരെല്ലാവരും ഒത്തുചേരുന്നതും ആഘോഷം പങ്കിടുന്നതുമെല്ലാം പതിവാണ്. കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ നിന്നും അണുകുടുംബ വ്യവസ്ഥിതിയിലേക്ക് നമ്മൾ മാറിയതോടെ ആഘോഷങ്ങളിലും ഒത്തുചേരലിലുമെല്ലാം കുറവ് വന്നിട്ടുണ്ടെങ്കിലും ആശംസകളായും സന്ദേശങ്ങളായുമെല്ലാം ഇന്നും വിഷു ലോകമെമ്പാടുമുള്ള മലയാളികൾ കൊണ്ടാടുന്നു. പൊൻകണി കണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നല്ല നാളുകളിലേക്ക് മലയാളികൾ ഉണരുന്ന സുദിനമാണ് ഓരോ വിഷുവും. എല്ലാ പ്രേക്ഷകർക്കും ഡെൻസിറ്റി ചാനലിന്റെ വിഷു ആശംസകൾ. വിഷുവിൻ്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് പടക്കവും പൂത്തിരിയുമെല്ലാം. ഇത്തവണയും വിവിധ വെറൈറ്റി പടക്കങ്ങളാണ് വിഷുവിന് വിപണിയിലെത്തിയത്. ചൈനീസ് ഇനങ്ങൾക്കു തന്നെയായിരുന്നു കൂടുതൽ പ്രിയം. പടക്കവും പൂത്തിരിയുമൊന്നുമില്ലാതെ എന്ത് വിഷു? ഇത്തവണ തെരഞ്ഞെടുപ്പ് കാലം കൂടി ആയതോടെ പടക്ക വിപണി നേരത്തെ തന്നെ സജീവമായിരുന്നു. അംഗീകൃത ലൈസൻസ് ഉള്ളവർക്ക് മാത്രമാണ് പടക്കം വിൽക്കാൻ അനുമതിയുള്ളതെങ്കിലും വിഷു തലേന്ന് നാട്ടിലും നഗരത്തിലുമെല്ലാം പടക്ക കച്ചവടക്കാർ ഇടം പിടിച്ചു. ഉഗ്രശബ്ദത്തിലുള്ള പടക്കങ്ങളെക്കാൾ കമ്പിത്തിരി, മത്താപ്പ്, നിലച്ചക്രം തുടങ്ങിയ ഇനങ്ങൾക്കാണ് ആവശ്യക്കാർ കൂടുതലുണ്ടായിരുന്നത്. ആകർഷകവും അപകടം കുറഞ്ഞതുമായ ചൈനീസ് പടക്കങ്ങൾ വാങ്ങാൻ തന്നെയായിരുന്നു ആളുകൾക്ക് പ്രിയം. 10 രൂപ മുതൽ തുടങ്ങുന്നു കമ്പിത്തിരിയുടെയും മത്താപ്പിൻ്റെയും എല്ലാം വില. പുത്തൻ പേരിലുള്ള പുതിയ ഇനങ്ങളും പടക്ക വിപണിയിൽ കണ്ടു. ഇപ്രാവശ്യം പുതിയ വന്നിട്ടാണ് മധുരരാജ മേശപ്പൂ. മഴയില്ലാതെ മഴവില്ല് കാണാൻ വേണം. മഴയില്ലാതെ മഴവില്ല് കാണാൻ വേണം. 80 രൂപ, വെറും 80 രൂപ മാത്രം, വെറും 80 രൂപ. മഴയില്ലാതെ മഴവിൽ. 7 കളറുള്ള മുക്കുറ്റി, പുതിയ ഐറ്റം 7 കളറുള്ള മുക്കുറ്റി. കൊണ്ടോട്ടിക്കുണ്ട് നമ്മുടെ പുതിയ ഐറ്റം കൊണ്ടോട്ടിക്കുണ്ട്. 7 കളറിൽ മിന്നും നക്ഷത്രം കൊണ്ടോട്ടിക്കുണ്ട്. ചടപട ബട്ടർഫ്ലൈ ചടവട. 4 കളറായി മിന്നുന്ന ചടവട. ഇവിടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് കത്തിക്കാൻ പറ്റിയ മത്താപ്പ്, പുതിയ ഐറ്റം മത്താപ്പ്. പച്ച നീല ചോപ്പ്. രാജാസ്പൂത്തിരി
രാജാസ്പുത്രി, അവിടെ ഇവിടെ രാജാസ്പുത്രി, രാജാസ്പുത്രി, അവിടെ ഇവിടെ 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 അതായ വിൽപ്പന. ഇത്തവണ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ വിഷു തലേന്ന് വൈകിട്ട് മാത്രമാണ് പടക്ക വിപണി സജീവമായത്. ഇത് കച്ചവടത്തെ ചെറിയ രീതിയിൽ ബാധിക്കുകയും ചെയ്തു. എങ്കിലും സാമാന്യം നല്ല തിരക്കാണ് വിഷു തലേന്ന് വിപണികളിൽ അനുഭവപ്പെട്ടത്. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി MP രാജേഷ് ചെർപ്പളശ്ശേരിയിലെത്തി ശബരിമല മുൻ മേൽശാന്തി TM ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ സന്ദർശിച്ചു. അയ്യപ്പൻകാവിലെ പ്രസാദമായ ഇലയടയും വിഷു കൈനീട്ടവും നൽകിയാണ് MP രാജേഷിനെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്വീകരിച്ചത്. ശബരിമല വിഷയവുമായി തന്റെ സന്ദർശനത്തിന് ബന്ധമൊന്നുമില്ലെന്നും ശബരിമല വിഷയം ഒരുവിധത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ലെന്നും സന്ദർശനത്തിന് ശേഷം MP രാജേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഞായറാഴ്ച രാവിലെ 11:30യോടെയാണ് ശബരിമല മുൻ മേൽശാന്തി TM ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ചെർപ്പശ്ശേരിയിലെ വീട്ടിൽ MP രാജേഷ് എത്തിയത്. തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം BJP ഉയർത്തിക്കൊണ്ടുവരുന്ന പശ്ചാത്തലത്തിൽ LDF സ്ഥാനാർത്ഥി MP രാജേഷ് ശബരിമല മുൻ മേൽശാന്തിയെ കാണാനെത്തിയത് രാഷ്ട്രീയ ശ്രദ്ധയാകർഷിച്ചു. അയ്യപ്പൻകാവിലെ പ്രസാദമായ ഇലയട നൽകിയാണ് MP രാജേഷിനെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്വീകരിച്ചു. അല്പനേരം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുമായി വിശേഷങ്ങൾ പങ്കുവച്ച MP രാജേഷ് ശബരിമല വിഷയങ്ങളൊന്നും ചർച്ച ചെയ്തില്ല. CPM ഏരിയ സെക്രട്ടറി KB സുഭാഷ്, ലോക്കൽ സെക്രട്ടറി K നന്ദകുമാർ, നേതാക്കളായ M സിജു, ഹംസ കാറൽമണ്ണ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. തുടർന്ന് MP രാജേഷിനെ പൊന്നാട അണിയിച്ച ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്ഥാനാർത്ഥിക്ക് വിഷു കൈനീട്ടമായി നാണയങ്ങളും നൽകി. തിരിച്ച് വിഷു കൈനീട്ടം നൽകിയാൽ അത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാകുമെന്ന് തമാശയായി MP രാജേഷും പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ വീട്ടുകാരുമായും MP രാജേഷ് സംസാരിച്ചു. ശബരിമല വിഷയവുമായി തന്റെ സന്ദർശനത്തിന് യാതൊരു ബന്ധവുമില്ലെന്നും സുഹൃത്തെന്ന നിലയിലാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ കാണാനെത്തിയതെന്നും MP രാജേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി ശബരിമല വിഷയം ഒരുവിധത്തിലും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും മറ്റൊരു വിഷയവും ഇല്ലാത്തതുകൊണ്ടാണ് BJP ഇത് തെരഞ്ഞെടുപ്പ് വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നതെന്നും MP രാജേഷ് പറഞ്ഞു. എത്രയോ കാലമായിട്ട് അടുത്ത പരിചയമുള്ള ആളുകളാണ്, ഒരേ നാട്ടുകാരുമാണ്. എൻ്റെ അമ്മയുടെ വീട് കാറൽമണ്ണയാണ്, അദ്ദേഹത്തിൻ്റെ വീടും കാറൽമണ്ണയാണ്. അപ്പോൾ ദീർഘകാലത്തെ അടുപ്പവും പരിചയവുമുണ്ട്. പിന്നെ 2009 ഞാൻ ആദ്യം മത്സരിക്കുന്നത്. അന്ന് പ്രചരണം തുടങ്ങുന്നത് തന്നെ അദ്ദേഹത്തെ ഇവിടെ വന്ന് കണ്ടുകൊണ്ടാണ്. ഇതേ വീട്ടിൽ വന്ന് കണ്ട് ഇതേപോലെ അന്ന് അദ്ദേഹം തന്ന അടയൊക്കെ കഴിച്ചാണ് അന്നത്തെ പ്രചരണം തുടങ്ങുന്നത്. ആദ്യം വന്ന് കണ്ട ഒരാളാണ്. അന്നിപ്പോൾ ഈ വിവാദങ്ങളൊന്നുമില്ലല്ലോ, അപ്പോൾ ഇതുമായിട്ടൊന്നും അതിന് ബന്ധമില്ല. സത്യത്തിൽ കഴിഞ്ഞ 2 തവണയും വന്നതിനേക്കാൾ വൈകിയാണ് ഇത്തവണ വന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോഴും നേരത്തെയാണ് ആദ്യം തന്നെ വന്ന് കണ്ടിരുന്നു. ഇത്തവണ 2 കൂട്ടർക്കും ചില അസൗകര്യങ്ങൾ വന്നതുകൊണ്ട് എനിക്ക് കാണാൻ സൗകര്യപ്രദമായ സമയം നോക്കുമ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് വൈകിപ്പോയതാണ്. ഇപ്പോൾ ഏറ്റവും ആദ്യം വന്ന് കാണാറുള്ള ഒരാളാണ് സാധാരണ ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. ഇത്തവണ വന്ന് കണ്ടു എന്നേ ഉള്ളൂ. പിന്നെ കഴിഞ്ഞ 2 തവണയും കണ്ടപ്പോൾ ഇല്ലാത്ത പ്രാധാന്യം ഇപ്പോൾ കൈവന്നു. അതിന് ഞങ്ങൾ രണ്ടുപേരും ഉത്തരവാദികളല്ല. ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇപ്പം BJP കഴിഞ്ഞ സമയത്ത് പ്രധാനമന്ത്രി എല്ലാം തന്നെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചു തുടങ്ങിയിട്ടുള്ളത്. ഈ ശബരിമല വിഷയം വലിയ തോതിൽ ബാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? എന്താണ്? ഞാനിപ്പോൾ 4ാമത്തെ റൗണ്ട് പകുതി പിന്നിട്ടു പ്രചരണം. ഇതുവരെ പോയ ഒരിടത്തും അത്തരമൊരു പ്രശ്നം ഉയർന്നു വന്നിട്ടേയില്ല. പക്ഷേ ജനങ്ങളെ ബാധിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. തൊഴിലുറപ്പുകാർക്ക് കൂലി കിട്ടാത്തതിൻ്റെ പ്രശ്നം വന്നു. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പാചകവാതകത്തിൻ്റെയും വില കൂട്ടുന്ന പ്രശ്നം വന്നു. അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ഉയർന്നു വരികയുണ്ടായി. ഇങ്ങനൊരു പ്രശ്നം ഇതുവരെ ആരും ശ്രദ്ധപ്പെടുത്തിയിട്ടില്ല. മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടും ജനങ്ങളെ ബാധിക്കുന്ന ഈ പ്രശ്നങ്ങളിൽ മറുപടി പറയാൻ കഴിയാത്തതുകൊണ്ടും ഇതിൻ്റെ പിന്നിൽ ഒളിക്കുകയാണ്. MP രാജേഷ് തന്റെ അടുത്ത സുഹൃത്താണെന്നും സന്ദർശനത്തിന് ശബരിമല വിഷയവുമായൊന്നും ബന്ധമില്ലെന്നും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും പ്രതികരിച്ചു. ആചാരങ്ങൾ പഴയ പോലെ തുടരണമെന്നാണ് തന്റെ അഭിപ്രായമെന്നും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മാധ്യമങ്ങളോട് പറഞ്ഞു. അദ്ദേഹം ഇതിൻ്റെ മുമ്പേയും അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ആദ്യം ഇവിടെ വന്നിട്ട് അനുഗ്രഹം മേടിച്ചിട്ടാണ് പോകാറ്. എനിക്കും അതുപോലെ തന്നെ ആ ഒരു സന്തോഷം തന്നെ ഇപ്പോഴുള്ളൂ. ഇപ്പോഴും അദ്ദേഹം വന്നതിൽ വളരെ സന്തോഷം. ഇപ്പോൾ ഈ ശബരിമലയൊക്കെ വലിയ ചർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് വലിയ തോതിൽ ആരെ ബാധിക്കും എന്നൊക്കെയാണ് കരുതുന്നത്? അല്ല, ശബരിമല വിഷയവും ഇതുവഴി യാതൊരു ബന്ധമില്ലല്ലോ. കാരണം ഇദ്ദേഹം നമ്മുടെ വളരെ സുഹൃത്താണ്, അതിലേക്ക് വന്നു, അത്രയേ ഉള്ളൂ. ശബരിമല വിഷയങ്ങളും പ്രശ്നമൊന്നുമില്ല, അത് പോട്ടെ. ആവശ്യത്തിൽ താങ്കളുടെ അഭിപ്രായം? അല്ല, ശബരിമല എന്തായാലും ആ ഒരു എങ്ങനെയാണോ പഴയ കാലത്തെ ആചാരാനുഷ്ഠാനങ്ങൾ അതുപോലെ പോകാനാണ് എൻ്റെ താല്പര്യം. പാലക്കാട്ടെ കോച്ച് ഫാക്ടറി അനുവദിക്കാതിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ പ്രതികാരമായിരുന്നെന്ന് MP രാജേഷ്. കേന്ദ്രത്തിൽ വീണ്ടും BJP അധികാരത്തിൽ വന്നാൽ പാലക്കാട് കോച്ച് ഫാക്ടറി അനുവദിക്കുമെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന വ്യക്തമാക്കുന്നത് ഇതാണെന്നും MP രാജേഷ് പറഞ്ഞു. ഇതിനുള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പിൽ ജനം നൽകുമെന്നും MP രാജേഷ് ചെർപ്പശ്ശേരിയിൽ പറഞ്ഞു. ഓടുകൂടി ഒരു കാര്യം വ്യക്തമായി. കഞ്ചിക്കോട് ഫാക്ടറി ഇതുവരെ തരാതിരുന്നത് രാഷ്ട്രീയ പ്രതികാരമാണ് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. അത് രാജ്നാഥ് സിംഗിൻ്റെ നാവ് കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതിനുള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പിൽ ജനം കൊടുക്കും.
UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠന്റെ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം മണ്ണാർക്കാട്, കോങ്ങാട് മണ്ഡലങ്ങളിൽ പൂർത്തിയായി. മണ്ണാർക്കാട് N. ഷംസുദ്ദീൻ MLA ആണ് പ്രചരണം ഉദ്ഘാടനം ചെയ്തത്. മണ്ണാർക്കാട് അസംബ്ലി മണ്ഡലത്തിലെ കോട്ടോപ്പാടം, അലനല്ലൂർ പഞ്ചായത്തുകളിലും കോങ്ങാട് മണ്ഡലത്തിലെ കാഞ്ഞിരപ്പുഴ, തച്ചമ്പാറ, കാരാകുറിശി, കരിമ്പ പഞ്ചായത്തുകളിലുമാണ് VK ശ്രീകണ്ഠൻ മൂന്നാം ഘട്ട പര്യടനം പൂർത്തിയാക്കിയത്. ജില്ലാ അതിർത്തി പ്രദേശമായ കർക്കടംകുന്ന് കാഞ്ഞിരമ്പാറയിൽ നിന്നാണ് മണ്ണാർക്കാട് അസംബ്ലി മണ്ഡലത്തിലെ പര്യടനത്തിന് തുടക്കമായത്. രാവിലെ 9:30 എത്തിയ സ്ഥാനാർത്ഥിയെ യുവജനം മുദ്രാവാക്യം മുഴക്കിയാണ് വരവേറ്റത്. പര്യടനത്തിന്റെ ഉദ്ഘാടനം മുസ്ലിം സംസ്ഥാന സെക്രട്ടറി N. ഷംസുദ്ദീൻ MLA നിർവഹിച്ചു. അപ്പോ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാന്നുള്ള ഈ ധർമ്മ സമരത്തിൽ അങ്ങനെ നമുക്ക് പാഴ്വോട്ടാക്കാൻ കഴിയുമോ? ഇതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് മുമ്പിൽ ഞങ്ങളുടെ ചോദ്യം. അതാണ്, ഈ വോട്ട് പാഴ്വോട്ടാക്കാൻ പറ്റുമോ? അങ്ങനെ പാഴ്വോട്ടാക്കേണ്ട സന്ദർഭമല്ല. മോഡിയിൽ നിന്ന് ഇന്ത്യയുടെ ജനാധിപത്യത്തെ, മതേതരത്വത്തെ നമുക്ക് തിരിച്ചു പിടിക്കണം. അല്ലെങ്കിൽ ഇത് എന്നേക്കുമായി നഷ്ടപ്പെടും. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പൂർവികർ നേടിത്തന്ന സ്വാതന്ത്ര്യം അത് ചെറിയ സ്വാതന്ത്ര്യമല്ല. തുടർന്ന് ഓരോ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥിക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത്. ഞാൻ നിങ്ങളിൽ ഒരുവനായി ഉണ്ടാവുമെന്നും എന്നെ അനുഗ്രഹിക്കണം, ആശീർവദിക്കണം, പ്രാർത്ഥിക്കണം എന്നെല്ലാം പറഞ്ഞാണ് UDF സ്ഥാനാർത്ഥി പ്രസംഗം അവസാനിപ്പിച്ചത്. എന്നെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഈ നാടിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി, വികസനത്തിനു വേണ്ടിയും നിങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് ഒരു മുന്നണി പോരാളിയായി പ്രവർത്തിക്കുമെന്ന് നിങ്ങളോട് വാക്ക് നൽകാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി നയിക്കുന്ന പോരാട്ടത്തിന് ശക്തി പകരാൻ, ഒരു മതനിരപേക്ഷ ഇന്ത്യ രൂപീകരിക്കാൻ, രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വിവിധ പ്രചരണ കേന്ദ്രങ്ങളിൽ മുസ്ലിം സംസ്ഥാന സെക്രട്ടറി N. ഷംസുദ്ദീൻ MLA, മുസ്ലിം ജില്ലാ പ്രസിഡന്റ് കളത്തിൽ അബ്ദുള്ള, UDF മണ്ഡലം ചെയർമാൻ TS സലാം, നേതാക്കളായ N. ഹംസ, പൊൻപാറ കോയക്കുട്ടി, TS സിദ്ദീഖ്, C. മുഹമ്മദ് ബഷീർ, അഹമ്മദ് അഷറഫ്, PR സുരേഷ്, ഹമീദ് കൊമ്പത്ത്, A. അസൈനാർ, KT ഹംസപ്പ, V. പ്രീത, വേണുഗോപാൽ, CK രമേശ് തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. നരേന്ദ്രമോദി അധികാരത്തിൽ തുടരുന്നത് രാജ്യത്തിന് ആപത്കരമാണെന്ന് KNA ഖാദർ MLA. ചെർപ്പളശ്ശേരിയിൽ UDF സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു KNA ഖാദർ. രാജ്യം ആപത്കരമായ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഇതിന് മാറ്റം വരണമെങ്കിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നേതൃത്വം നൽകുന്ന സർക്കാർ അധികാരത്തിൽ വരണമെന്നും KNA ഖാദർ MLA പറഞ്ഞു. നരേന്ദ്രമോദിയും ഭാരതീയ ജനതാ പാർട്ടിയും അധികാരത്തിൽ തുടരുന്നത് ആപൽക്കരമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു മതേതര മഹാസഖ്യം ഇന്ത്യയിൽ അധികാരത്തിൽ വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സഖ്യങ്ങളുടെ ഒരു മഹാസഖ്യമായി കൂടായികയുമില്ല. ഉത്തർപ്രദേശിലും പശ്ചിമ ബംഗാളിലും മറ്റു പല സംസ്ഥാനങ്ങളിലും വ്യത്യാസപ്പെട്ട മുന്നണികളുണ്ട് മതേതര പക്ഷത്ത് തന്നെ. ആ മുന്നണികളുടെ എല്ലാം ഒരു മുന്നണി ആയിക്കൂടായികയില്ല. നമ്മൾ ആഗ്രഹം നമ്മൾ പറഞ്ഞെന്ന് മാത്രമാണ്. ഇന്ത്യ 29 സംസ്ഥാനങ്ങളും 7 യൂണിയൻ ടെറിട്ടറികളും 6427 ജാതികളും 1300 മൊഴികളുമുള്ള ഒരു മഹാരാജ്യമാണ്. ഇതൊരു ബഹുസ്വര രാജ്യവുമാണ്. ബഹുസ്വരം എന്ന് പറഞ്ഞാൽ പല സ്വരങ്ങൾ ആരോഗ്യകരമായി, സമാധാനപരമായി, സഹവർത്തിത്വത്തിൽ കഴിയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി, ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഒരു ശ്രമം കുറച്ചു കാലമായിട്ട് നടന്നു വരികയാണ്. ആ ശ്രമങ്ങളെ പരാജയപ്പെടുത്തേണ്ടത് എല്ലാവരുടെയും ഒരു ആവശ്യമാണ്. ചെർപ്പളശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗത്തിൽ M. ബീരാൻ ഹാജി അധ്യക്ഷനായി. KPCC സെക്രട്ടറി M. നസീർ, നേതാക്കളായ PP വിനോദ് കുമാർ, മരിക്കാർ മാരായമംഗലം, KK യാസീസ്, O. വിജയകുമാർ, നഗരസഭാ ചെയർപേഴ്സൺ ശ്രീലജ വാഴക്കുന്നത്ത്, VKP വിജയനുണ്ണി, P. അബ്ദുറഹ്മാൻ, ഹരിശങ്കർ, NK സാദിഖ് അലി, സ്വാമിനാഥൻ, KM ഇസാഖ്, P. രാംകുമാർ, പ്രഭാകരൻ, ഹക്കീം ചെർപ്പളശ്ശേരി, ഉനൈസ് മാരായമംഗലം, CP ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടർന്നു. പട്ടാമ്പിക്കടുത്ത് തൃത്താലക്കൊപ്പത്ത് കിണറ്റിലിറങ്ങിയ 2 പേർ ശ്വാസം മുട്ടി മരിച്ചു. വെട്ടിക്കാട്ട കരിമ്പനക്കൽ സുരേന്ദ്രൻ എന്ന സുരേഷ്, മയിലാട്ടുകുന്ന് സുരേന്ദ്രൻ എന്നിവരാണ് മരിച്ചത്. ഇവരെ രക്ഷപ്പെടുത്താനിറങ്ങിയ മയിലാട്ടുകുന്ന സുരേന്ദ്രന്റെ സഹോദരൻ കൃഷ്ണൻകുട്ടിയെ ഗുരുതരാവസ്ഥയിൽ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചു. വിഷു തലേന്ന് ഉണ്ടായ ദുരന്തം നാടിനെയാകെ ദുഃഖത്തിലാഴ്ത്തി. ഞായറാഴ്ച രാവിലെ 9 മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. കരിമ്പനക്കൽ സുരേന്ദ്രൻ്റെ വീട്ടുകിണറ്റിൽ ഇറക്കിവെച്ച മോട്ടോറിൽ അണ്ണാൻ കുഞ്ഞ് ചത്ത് കുടുങ്ങിക്കിടക്കുന്നതും മാറ്റാൻ വേണ്ടി സുരേന്ദ്രൻ കിണറ്റിലേക്ക് ഇറങ്ങുകയായിരുന്നു. 15 കോലോളം താഴ്ചയുള്ള കിണറിൻ്റെ 4 അടിയോളം താഴ്ചയിലേക്കാണ് ഇറങ്ങിയത്.
ഇവിടെ നിൽക്കാനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു. ഇതിനിടെ അണ്ണാൻ കുഞ്ഞ് വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. ഇത് എടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാൾക്ക് ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടത്. തുടർന്ന് കിണറ്റിലെ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. ബഹളം കേട്ട് ഓടിയെത്തിയ അയൽവാസി കൂടിയായ മയിലാട്ടുകുന്ന് സുരേന്ദ്രൻ കിണറ്റിലേക്ക് ഇറങ്ങി. ഇയാൾക്കും ശ്വാസമുട്ടൽ അനുഭവപ്പെട്ട് കിണറ്റിലെ വെള്ളത്തിലേക്ക് പതിച്ചു. ഇതറിഞ്ഞെത്തിയ സുരേന്ദ്രൻ്റെ സഹോദരനും ഇവരെ രക്ഷിക്കാൻ കിണറ്റിലേക്ക് ഇറങ്ങി. 3 പേരും കിണറ്റിൽ അകപ്പെട്ടതറിഞ്ഞ് നാട്ടുകാർ ഓടിക്കൂടി 4 അടി താഴ്ചയിൽ ഇറങ്ങി നിന്ന് കയറും കുളത്തും ഉപയോഗിച്ച് 3 പേരെയും കരയ്ക്ക് കയറ്റുകയായിരുന്നു. കൊപ്പം SI KA ഫക്രുദ്ദീൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും 2 പേർ മരണപ്പെട്ടു. ഷൊർണൂരിൽ നിന്ന് ഫയർഫോഴ്സും സംഭവ സ്ഥലത്തെത്തി. വിഷുത്തലേന്ന് ഉണ്ടായ ദുരന്തം നാടിനെയാകെ ദുഃഖത്തിലാഴ്ത്തി. കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയുടെ ഇടതു കനാലിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം പാഴായി പോകുന്നു. പദ്ധതിയുടെ പ്രധാന കനാലിൻ്റെയും സബ് കനാലുകളുടെയും അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്താത്തതാണ് വെള്ളം പാഴായി പോകാൻ ഇടയാക്കുന്നത്. മാത്രമല്ല, സ്വകാര്യ വ്യക്തികൾ തോട്ടം നനയ്ക്കാൻ എന്ന വ്യാജേന കനാലിൽ ഒഴുകിയെത്തുന്ന വെള്ളത്തിൻ്റെ ഗതി മാറ്റുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട്. രൂക്ഷമായ വരൾച്ച നേരിടുന്ന സാഹചര്യത്തിൽ കുടിവെള്ളത്തിനും കാർഷിക ജലസേചനത്തിനുമായാണ് കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയുടെ ഇടതു കനാലിൽ അധികൃതർ വെള്ളം തുറന്നുവിട്ടത്. എന്നാൽ നിരവധി ലിറ്റർ വെള്ളമാണ് ആർക്കും പ്രയോജനമില്ലാതെ റോഡിലൂടെയും മറ്റും ഒഴുകി പാഴായി പോകുന്നത്. പ്രധാന കനാലിന്റെയും സബ് കനാലുകളുടെയും അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്താത്തതാണ് ഒരു പരിധിവരെ വെള്ളം പാഴായി പോകാൻ കാരണമാകുന്നത്. എന്നാൽ ചില സ്വകാര്യ വ്യക്തികൾ സബ് കനാലിലൂടെ കൃഷിയിടങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ ഗതി മാറ്റി സ്വകാര്യ പറമ്പുകളിലേക്ക് വെള്ളം ഒഴുകിവിട്ട് ദുരുപയോഗം ചെയ്യുന്നുമുണ്ട്. നിരവധി പാടശേഖരങ്ങളിലെ നെൽകൃഷിക്കും മറ്റു കൃഷികൾക്കുമായി എത്തിച്ചേരേണ്ട വെള്ളമാണ് ചില തൽപര കക്ഷികൾ കാരണം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. നിരവധി തവണ പാടശേഖര സമിതികൾ കാഞ്ഞിരപ്പുഴ പദ്ധതി അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ആർക്കും പ്രയോജനം ലഭിക്കാതെ ഒഴുകി പാഴായി പോകുന്ന വെള്ളം തൂതപ്പുഴയിലേക്കാണ് ഒഴുകിയെത്തുന്നത്. കടുത്ത വേനലിൽ വരൾച്ച രൂക്ഷമായ സാഹചര്യത്തിൽ ആർക്കും പ്രയോജനം ലഭിക്കാതെ പാഴാക്കി കളയുന്ന വെള്ളം സംഭരിക്കേണ്ട ആവശ്യം അനിവാര്യമാണ്. നെല്ലായ മാരായമംഗലം തച്ചങ്ങാട് മിഫ്താഹുൽ ഉലൂം സുന്നി സെക്കൻഡറി മദ്രസയ്ക്ക് വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ് കെട്ടിടോദ്ഘാടനം നിർവഹിച്ചത്. തുടർന്ന് മതപ്രഭാഷണവും ഉണ്ടായി. മാരായമംഗലം തച്ചങ്ങാട് മിഫ്താഹുൽ ഉലൂം സുന്നി സെക്കൻഡറി മദ്രസയ്ക്ക് വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിച്ചത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനം കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് NK സിറാജുദ്ദീൻ ഫൈസി വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്തു. മുത്തന്നൂർ ശിഹാബുദ്ദീൻ അഫ്ദൽ തങ്ങൾ അധ്യക്ഷനായി. മാരായമംഗലം അബ്ദുറഹ്മാൻ ഫൈസി, PK ശശി MLA, നെല്ലായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി, ഹിബത്തുള്ള തങ്ങൾ, നിസാമുദ്ദീൻ തങ്ങൾ കുരുവമ്പലം, സമസ്ത കേരള മുസ്ലിം ജമാഅത്ത് SYS SJM നേതാക്കളായ ഉമർ ഫൈസി മാരായമംഗലം, മൊയ്തുപ്പ ഹാജി വീരമംഗലം, ഉമർ മദനി വിളയൂർ, വീരാൻകുട്ടി ബാഗവി, അബ്ദുറഹ്മാൻ ഫൈസി, CKM ധാരിമി തുടങ്ങി മത സാമൂഹിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു. ഗ്രാൻഡ് മുഫ്തി പദവി ഏറ്റെടുത്ത ശേഷം ആദ്യമായി ജില്ലയിലെത്തുന്ന കാന്തപുരത്തിന് സുന്നി സംഘടനകളുടെ പ്രാദേശിക ഘടകങ്ങളുടെയും സംയുക്ത മഹല്ല ജമാഅത്തിന്റെയും നേതൃത്വത്തിൽ സ്വീകരണവും ഒരുക്കി. ഈ സദസ്സിനോടും ഉസ്താദിന്റെ സമയമൊക്കെ വൈകുന്നുണ്ടെങ്കിലും വകവെക്കാതെ തന്നെയാണ് വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்களോട് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞെങ്കിലും മഗ്രിബ് വരെ സന്തോഷത്തോടുകൂടെ നമ്മളോട് കൂടെ ഒരു പ്രവർത്തകനായി കഴിഞ്ഞു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകുമാറാകട്ടെ. കുന്തിപ്പുഴയെ സംരക്ഷിക്കാൻ സേവ് മണ്ണാർക്കാടിന്റെ കുട്ടിക്കൂട്ടം രംഗത്ത്. കുന്തിപ്പുഴയോരത്ത് ആറാട്ടുകടവിൽ സുഹൃത്ത് സംഗമം സംഘടിപ്പിച്ചു. കുന്തിപ്പുഴ നാടിൻ്റെ ജീവനാഡിയാണെന്നും പുഴയെ നശിപ്പിച്ചതിൽ മുതിർന്നവർ ചെയ്ത തെറ്റ് യുവതലമുറ തിരുത്തണമെന്നും KPS പൈനടം അഭിപ്രായപ്പെട്ടു. കുന്തിപ്പുഴ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് ആരംഭിക്കുന്നതല്ല, അനേക ചോലവനങ്ങളിൽ നിന്നും നീർച്ചാലുകളായിട്ട് വന്ന് ഇതെല്ലാം കൂടെ ചേർന്ന് വലിയൊരു പുഴയായിട്ട് മാറി. ആ പുഴയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പുഴ വെറുതെ കടലിലേക്ക് പോവല്ല, പുഴ ഈ അതിന്റെ സമീപത്തുള്ള സകല ഭൂപ്രദേശങ്ങളെയും നനച്ചുകൊണ്ടാണ് ഒഴുകുന്നത്. പുഴ ഇവിടുന്ന് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടേക്ക് ഒഴുകുന്നതായിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷെ വടക്കോട്ടും തെക്കോട്ടും എല്ലായിടത്തേക്കും ഒഴുകുന്നുണ്ട്, മാനത്തേക്ക് ഒഴുകുന്നുണ്ട്, ആകാശത്തേക്ക് ഒഴുകുന്നുണ്ട് പുഴ. അതറിയോ? ഇതിലെ വെള്ളം ബാഷ്പീകരിച്ചിട്ട് മാനത്തേക്ക് പോയിട്ടാണ് മഴ ഉണ്ടാവുന്നത്. കുന്തിപ്പുഴ ഇല്ലെങ്കിൽ നമ്മുടെ കിണറുകൾ വെള്ളം ഉണ്ടാവില്ല, നമ്മുടെ പൈപ്പുകളിൽ വെള്ളം ഉണ്ടാവില്ല. മണ്ണാർക്കാട്ടുകാർ ദാഹജലം കിട്ടാതെ പിടഞ്ഞ് മരിച്ചു പോകും. ഞങ്ങൾ മുതിർന്ന ആളുകൾക്ക് പിഴച്ചിട്ടാണ് ഞങ്ങൾ ഈ പുഴ ഇങ്ങനെ നശിപ്പിച്ചു കളഞ്ഞത്. നിങ്ങൾ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന കാലം നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു മണ്ണാർക്കാട്, ഒരു കേരളം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഈ പുഴയെ രക്ഷിക്കണം. അങ്ങനെ കേരളത്തിലെ 44 പുഴകളും സംരക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ നാട് സംരക്ഷിക്കപ്പെടും. തുടർന്ന് കുട്ടിക്കൂട്ടം പുഴയോരത്ത് വിവിധ കളികളിൽ ഏർപ്പെട്ടു. മുൻതലമുറയ്ക്ക് ഇന്നും ഏറെ ഗൃഹാതുരത്വമായി നിലകൊള്ളുന്ന പട്ടം പറത്തലും കടലാസ് തോണിയിറക്കലും മണ്ണപ്പം ചുടലുമായി പുഴയോരത്ത് ഏറെ നേരം കുട്ടികൾ കളിച്ചു. മുതിർന്നവരും കുട്ടികൾക്കൊപ്പം ആഹ്ലാദം പങ്കിട്ടു. സേവ് മണ്ണാർക്കാട് ഭാരവാഹികളായ ഫിറോസ് ബാബു, അബ്ദുൽ ഹാദി,
നഷീദ് പിലാക്കൽ, അസ്ലം അച്ചു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മുണ്ടക്കോട്ടുകുറിശി ജനകീയ വായനശാല പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരി അനിത നായരുടെ സഹകരണത്തോടെ മുണ്ടക്കോട്ടുകുറിച്ചിലെ LP, UP വിഭാഗം വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയ PK സൗമിനി മലയാള ഭാഷാ പ്രോത്സാഹന സമ്മാനം, M ഭാസ്കരൻ ഇംഗ്ലീഷ് ഭാഷാ പ്രോത്സാഹന സമ്മാനം എന്നിവയുടെ വിതരണം ജില്ലാ പഞ്ചായത്ത് അംഗം PK സുധാകരൻ നിർവഹിച്ചു. വായനശാലയിൽ നടന്ന ചടങ്ങിൽ അനിത നായർ, വായനശാല പ്രസിഡന്റ് M കുമാരൻ, സെക്രട്ടറി സുഭാഷ് കുമാർ, CT ബിജുമോൻ, സുനന്ദ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഇനി വാണിജ്യ വാർത്തകൾ. നൂതന മോഡലുകളിലുള്ള അറേബ്യൻ പർദ്ദകളുടെ വിസ്മയിപ്പിക്കുന്ന കളക്ഷനുമായി പെരിന്തൽമണ്ണയിൽ മാൾ ഓഫ് അബായ ഷോറൂം തുറന്നു. ദുബായ് മോഡലുകളിലുള്ള പർദ്ദകളുടെയും അബായകളുടെയും കളക്ഷനാണ് മാൾ ഓഫ് അബായയിൽ ഒരുക്കിയിരിക്കുന്നത്. ഒരു അന്താരാഷ്ട്ര അറേബ്യൻ അബായ വിസ്മയം ഒരുക്കിക്കൊണ്ടാണ് മാൾ ഓഫ് അബായാസ് പെരിന്തൽമണ്ണയിൽ തുറന്നത്. മാനത്തുമംഗലം ബൈപ്പാസ് റോഡിൽ അൽഷിഫ ജംഗ്ഷന് സമീപത്തായാണ് മാൾ ഓഫ് അബായാസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ശനിയാഴ്ച രാവിലെ കക്കൂത്ത് കുമരംകുളം ജുമാ മസ്ജിദ് ഖത്തീബ് സുഹൈൽ വാഫി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വ്യാപാര വ്യവസായ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. പൂർണ്ണമായും അറേബ്യയിൽ നെയ്തെടുത്ത പർദ്ദകൾ, ഹിജാബുകൾ, അറബിക് ടോപ്സ്, വെഡ്ഡിംഗ് അബായകൾ, പാർട്ടി വെയർ അബായകൾ, ബ്രാൻഡ് കോസ്മെറ്റിക്സ്, ഗൾഫ് നൈറ്റുകൾ തുടങ്ങിയ വസ്ത്രങ്ങളുടെ ലോകമാണ് മാൾ ഓഫ് അബായാസ്. അല്ലെങ്കിൽ പർദ്ദ എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും എല്ലാവർക്കും ഒരു പഴമയാണ്. അപ്പം നമ്മളുടെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള എങ്ങനെ അബായയിൽ നമുക്ക് കൊണ്ടുവരാം, അതാണ് നമ്മൾ മാൾ ഓഫ് അബായസിലൂടെ 2 വർഷമായിട്ട് ഓൺലൈനിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കസ്റ്റമറിൻ്റെ ഇഷ്ടം എങ്ങനെയാണ് അതിനനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കലായിരുന്നു ഇത്ര നാളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും ഹൈലി റിക്വസ്റ്റ് കാരണം നമ്മളിപ്പം ഹോൾ കേരള നമ്മൾ ഷോറൂംസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള പ്ലാനിങ്സിലാണ് ഉള്ളത്. അപ്പം നമ്മൾ മെയിൻലി ബ്ലാക്ക് അബായ നിന്നിട്ട് കളർ അബായാസാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിലും ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഡിസൈൻസ് സെലക്ട് ചെയ്ത് ഹൈലി ക്വാളിറ്റീഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ അബായാസും ഇതുവരെ മെയ്ഡ് ചെയ്തിട്ട് നമ്മൾ എല്ലാ കസ്റ്റമേഴ്സിനും എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പം നമ്മളുടെ ഫസ്റ്റ് ഷോറൂം ആയിരിക്കുകയാണ്. പിന്നെ അബായ എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ നമ്മൾ മാറ്റി എല്ലാവർക്കും ഇനി എന്താ പറയുക ഭയങ്കര മോഡേൺ ആയിട്ട് അബായ എപ്പോഴും ഇടുന്ന ആൾക്കാർക്ക് മോഡേൺ ആയിട്ട് നടക്കാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാവും. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് നമ്മൾ എല്ലാ അബായാസും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ എസ്പെഷ്യലി അറബിക് അബായാസ് ഭയങ്കര ട്രെൻഡി ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലോറൽ പാറ്റേൺസ് ഉണ്ട്, പ്ലീറ്റഡ്സ് ഉണ്ട്, പിന്നെ ഹിജാബ്സ് ആണെന്നുണ്ടെങ്കിലും ഹൈലി ക്വാളിറ്റീഡ് ആയിട്ടുള്ള ഇമ്പോർട്ടഡ് ഹിജാബ്സ് ആണ് എല്ലാം. പിന്നെ അതേപോലെ അബായാസിൻ്റെ ഇന്നർ വെയർസ്, അതേപോലെ ലേഡീസിൻ്റെ എല്ലാ തരത്തിലുള്ള നൈറ്റ് വെയർസും ദുബായിൽ അവൈലബിൾ ആയിട്ടുള്ളതും നാട്ടിൽ അവൈലബിൾ അല്ലാത്തതുമായിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് പ്രോഡക്ട്സുമാണ് നമ്മൾ മാൾ ഓഫ് അബായാസിൻ്റെ ഷോറൂമിൽ ഇൻക്ലൂഡ്. നൂറ്റാണ്ടുകളുടെ വിശ്വാസ പാരമ്പര്യമുള്ള അസ്ലം സ്റ്റീൽസിന്റെ നവീകരിച്ച ഷോറൂം കൊപ്പത്ത് പ്രവർത്തനം ആരംഭിച്ചു. സാമൂഹ്യ സാംസ്കാരിക വ്യാപാര രംഗത്തെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു.
വിപണന രംഗത്ത് വർഷങ്ങളുടെ വിശ്വാസ പാരമ്പര്യമുള്ള അസ്ലം സ്റ്റീൽസിന്റെ നവീകരിച്ച ഷോറൂം കൊപ്പത്ത് പ്രവർത്തനം ആരംഭിച്ചു. കൊപ്പം മുളയങ്കാവ് റോഡിലായാണ് നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്. സാമൂഹ്യ സാംസ്കാരിക വ്യാപാര രംഗത്തെ പ്രമുഖരും സ്ഥാപന ഉടമകളായ അസ്ലം, അബ്ദുൽ ഷുക്കൂർ, മുഹമ്മദ് മുസ്തഫ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ഫോർട്ട് TMT, കളിയത്ത് TMT, HAL, മിനാർ TMT, ഒറാലിയം, പ്രിൻസ് TMT, ടാറ്റ ടിസ്കൺ, അപ്പോളോ തുടങ്ങി പ്രമുഖ കമ്പനികളുടെ സ്റ്റീലുകളും റൂഫിംഗ് ഷീറ്റുകൾ, പൈപ്പുകൾ, ആസ്പെറ്റോസ് ഷീറ്റുകൾ, സിമന്റ് തുടങ്ങിയ നിർമ്മാണ സാമഗ്രികളും അസ്ലം സ്റ്റീൽസിൽ നിന്നും ലഭിക്കും. ബിൽഡിംഗ് മെറ്റീരിയൽ വിപണന രംഗത്ത് തുടക്കം കുറിച്ച് നീണ്ട 15 വർഷത്തിൽ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിലായി വ്യാപാരം വിപുലീകരിച്ച അസ്ലം സ്റ്റീൽസ് ഞങ്ങളുടെ തുടക്ക സ്ഥാപനമായ അസ്ലം സ്റ്റീൽസിൻ്റെ പുതിയ ഷോറൂം ഇന്ന് പുതിയ രൂപത്തിലും ഭാവത്തിലും അതിലുപരി പുതിയ സ്റ്റോക്കുകളോടും കൂടി ഇന്ന് നാടിന് സമർപ്പിക്കുകയാണ്. നാളിതുവരെ ഞങ്ങളോട് സഹകരിച്ച എല്ലാ മാന്യ ഉപഭോക്താക്കൾക്കും നാട്ടുകാർക്കും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നതോടുകൂടി ഇനിയും എല്ലാ നന്ദിയും അതുമായി ഞങ്ങളോട് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇന്ന് കസ്റ്റമേഴ്സ് നമ്മളെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും വില കുറച്ച് മെറ്റീരിയൽ നമ്മൾ കൊടുക്കും. അതുമാതിരി നമ്മളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് ഈ ചുറ്റുവട്ടത്തിൽ നമ്മുടെ നാട്ടിൽ അടുത്തൊന്നും ഇല്ലാത്ത രൂപത്തിൽ നമ്മൾ കവേർഡ് യാർഡാണെന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ യാർഡിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ മെറ്റീരിയലുകളും പ്യുവർ നല്ല കളറിലാണ് മെറ്റീരിയൽ ലഭിക്കുന്നത്. അത് തന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജാണ്. ബാക്കിയുള്ള കടകളിലൊക്കെ പുറത്തൊക്കെ മെറ്റീരിയൽ ഇട്ടിട്ട് കളർ ഫെയ്ഡ് ആയിട്ടാണ് കിട്ടുന്നത്. ഏറ്റവും പുതിയ സ്റ്റോക്കുകളും ഏറ്റവും എളുപ്പത്തിൽ ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള യാർഡാണെന്ന് നമ്മൾ ഇന്ന് ഇവിടെ ഇന്നത്തെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും പുതുമോടി പകരുന്ന വസ്ത്ര വിസ്മയങ്ങളുമായി സെബ ലേഡീസ് ആൻഡ് കിഡ്സ് വെയർ കരിങ്കലത്താണിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജീവിതശൈലിയും ഫാഷൻ ട്രെൻഡുകളും മാറുന്ന കാലത്ത് സ്ത്രീകളുടെയും കുട്ടികളുടെയും വശ്യഭാവങ്ങൾക്ക് പുതുമോടി പകരാനായി സെബ ലേഡീസ് ആൻഡ് കിഡ്സ് വെയർ കരിങ്കലത്താണി വെള്ളാപ്പള്ളി കോംപ്ലക്സിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനം പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്ക് മനസ്സിനിണങ്ങുന്ന വിവിധ വർണ്ണത്തിലും മോഡലുകളിലുമുള്ള എല്ലാത്തരം വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ നിന്നും സ്വന്തമാക്കാം. മാത്രമല്ല ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഓമനത്വം പകരുന്ന കുഞ്ഞുടുപ്പുകളും വിവിധ മോഡലുകളിലുള്ള മറ്റു വസ്ത്രങ്ങളുടെയും കമനീയ ശേഖരമാണ് സെബയിലുള്ളത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള കരിങ്കലത്താണിയിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ ഷോറൂം കൂടിയാണ് മണ്ണാർക്കാട് റോഡിലെ വെള്ളാപ്പള്ളി കോംപ്ലക്സിൽ പ്രവർത്തനമാരംഭിച്ച സെബ ലേഡീസ് ആൻഡ് കിഡ്സ് വെയർ.
എല്ലാ മോഡലുകളിലുമുള്ള ലേഡീസ് ടൈലറിംഗ് വർക്കുകളും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉത്തരവാദിത്തത്തോടെ ഇവിടെ നിന്നും ചെയ്തു കൊടുക്കുമെന്ന് ഉടമകൾ അറിയിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മെയ് 10 തീയതി വരെ ഓരോ 5000 രൂപയുടെ പർച്ചേസിനും 599 രൂപയുടെ ലേഡീസ് ബാഗും ഓരോ 2000 രൂപയുടെ പർച്ചേസിനും 399 വിലയുള്ള ലേഡീസ് ബാഗും സൗജന്യമായി നൽകുന്നു. ഉദ്ഘാടനവേളയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരിങ്കലത്താണി യൂണിറ്റ് പ്രസിഡന്റ് PT സിദ്ദിഖ്, അബീബുള്ള തങ്ങൾ അൽ ഐദ്രൂസി, സെബ മാനേജ്മെന്റ് അംഗങ്ങൾ, മറ്റ് രാഷ്ട്രീയ, സാംസ്കാരിക, മത മേഖലകളിലെ പ്രമുഖരും സന്നിഹിതരായി. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും അനുയോജ്യമായ വസ്ത്രങ്ങളുമായി ഹെന്ന മറ്റേണിറ്റി കോർണർ പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത സിനിമാ താരം നൂറിൻ ഷെരീഫ് ഹെന്ന മറ്റേണിറ്റി കോർണർ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗൃഹാതുര സ്മരണകളുമായി വിഷുവിനെ വരവേറ്റ മലയാളികൾ. കണിയൊരുക്കിയും പടക്കം പൊട്ടിച്ചുമെല്ലാം മലയാളികൾക്കിത് പുതുവർഷ തുടക്കം. പട്ടാമ്പി തൃത്താലക്കൊപ്പത്ത് കിണറ്റിലിറങ്ങിയ 2 പേർ ശ്വാസം മുട്ടി മരിച്ചു. ഒരാൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ. വിഷു തലേന്നുണ്ടായ ദുരന്തം നാടിനെ ദുഃഖത്തിലാഴ്ത്തി. ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിനെ ഒരു വിധത്തിലും ബാധിക്കില്ലെന്ന് പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി MV രാജേഷ്. MV രാജേഷ് ചെർപ്പളശ്ശേരിയിൽ ശബരിമല മുൻ മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ സന്ദർശിച്ചു. മണ്ണാർക്കാട്, കോങ്ങാട് അസംബ്ലി മണ്ഡലങ്ങളിൽ 3ാം ഘട്ട പര്യടനം പൂർത്തിയാക്കി പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ. മോദി ഭരണം തുടരുന്നത് രാജ്യത്തിന് ആപത്തെന്ന് KN ഖാദർ MLA.
കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയുടെ ഇടതു കനാലിൽ ഒഴുകിയെത്തുന്ന വെള്ളം വൻതോതിൽ പാഴാകുന്നു. കനാലിലെ ചോർച്ചയ്ക്ക് കാരണം അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്താത്തത്. കനാലിൽ ജലചൂഷണം നടക്കുന്നതായും പരാതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.